ഒഴിവുകൾ 3 ആഴ്ചയ്ക്കുള്ളിൽ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. കർശന നടപടിക്ക് സർക്കാർ. പൊതുമേഖലയിലേതുൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശം. ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് മേധാവികൾക്കാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തരുതെന്ന് വ്യക്തമാക്കി ഭരണപരിഷ്കാര വകുപ്പ് കത്തയച്ചിട്ടുണ്ട്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഭരണവകുപ്പ് സെക്രട്ടറിമാർ കർശന നടപടിയെടുക്കണമെന്നും കത്തിൽ നിർദ്ദേശിക്കുന്നു. അതേസമയം PSC നിയമനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികളിൽ സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് വിവരമുണ്ട്. സമീപകാല നിയമനങ്ങളിലെ ക്രമക്കേടുകളിൽ അന്വേഷണമുണ്ടാകാനും സാധ്യതയുണ്ട്. PSC പരീക്ഷകളിലെ ക്രമക്കേടുകൾ പുറത്തുവരുന്നതിനിടയിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം. ആസൂത്രണ ബോർഡിലേക്ക് 2019-ലും 2020-ലും PSC നടത്തിയ അഭിമുഖത്തിലും ക്രമക്കേടെന്ന് പരാതി ഉയരുകയാണ്. പ്രധാന തസ്തികകളായ സോഷ്യൽ സർവീസ്, പ്ലാൻ കോർഡിനേഷൻ ഡിവിഷൻ ചീഫ്, ഇവാലുവേഷൻ ഡിവിഷൻ ചീഫ് തസ്തികകളിലെ അഭിമുഖത്തിലാണ് ക്രമക്കേട് നടന്നതായി ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെടുന്നത്. 2022-ൽ ആസൂത്രണ ബോർഡിലെ ഇവാലുവേഷൻ ഡിവിഷൻ ചീഫ് തസ്തികയിലേക്ക് നടന്ന എഴുത്തു പരീക്ഷയിൽ ആദ്യ റാങ്കിലെത്തിയവരെ പിന്നിലാക്കാൻ അഭിമുഖത്തിൽ വേണ്ടപ്പെട്ടവർക്ക് വാരിക്കോരി മാർക്ക് നൽകിയെന്നാണ് ആരോപണം. ഈ പരീക്ഷകളിലെ ക്രമക്കേടിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടെ PSC അംഗം സെയ്ഫ് ചക്കുവള്ളിയുടെ ഫേസ്ബുക്ക് കുറിപ്പും ചർച്ചയായിരുന്നു. നിസ്വരുടെയും നിഷ്കാസിതരുടെയും നിരാലംബരുടെയും നിതാന്ത ആശ്രയമായ നിത്യസത്യം ജയിക്കണമെന്നായിരുന്നു കുറിപ്പ്.